السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഉമ്മത്ത് മുഹമ്മദായ നമുക്ക് വിവാഹം, കല്യാണം എന്നുള്ളത് മുബാഹാണ്, ഹലാലാണ്. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ സംബന്ധിച്ച് വിവാഹം എന്നുള്ളത് ഒരു ഇബാദത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹബന്ധം തുടങ്ങുന്നത് ഖദീജ ബീവിയിലൂടെയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ത്വാഹിറ എന്നായിരുന്നു ജാഹിലിയ കാലഘട്ടത്ത് അറിയപ്പെട്ടിരുന്നത്. വലിയ കച്ചവട നൈപുണ്യമുള്ളവളായിരുന്നു ഖദീജ. തൻ്റെ ഭർത്താവ് അതീഖ് ബിൻ ഇതിൻ്റെ മരണാനന്തരം അബൂഹാലയായിരുന്നു ഖദീജ ബീവിയെ കല്യാണം കഴിച്ചത്. അതിൽ ഹാല എന്ന പെൺകുട്ടി ജനിക്കുകയും ചെയ്തു. കുറച്ചു കാലത്തിനകം അദ്ദേഹവും മരണമണിഞ്ഞു. വാപ്പയും ഭർത്താവും എല്ലാവരെയും നഷ്ടപ്പെട്ട് ഒറ്റയായി കിടക്കുന്ന ഖദീജ ബീവി തുടർന്നുള്ള കല്യാണത്തെ തൊട്ടും കച്ചവടത്തെ തൊട്ടും മാറി നിന്നു, എല്ലാം ഒഴിവാക്കി. പിന്നീട് ഖദീജയുടെ പിതൃവ്യപുത്രൻ വറഖത്ത് ബിൻ നൗഫലിൻ്റെ ഉപദേശപ്രകാരമാണ് കച്ചവടം പുനരാരംഭിക്കുന്നത്. മക്കയിൽ അൽ അമീൻ, അസ്വാദിഖ്, വിശ്വസ്തൻ, സത്യസന്ധൻ എന്നൊക്കെയും അറിയപ്പെട്ടിരുന്ന മുഹമ്മദിനെ കച്ചവടത്തിലേക്ക് ചേർക്കാനുള്ള താൽപ്പര്യത്തോടെ ഇരട്ടിവേദനയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തപ്പോൾ മുഹമ്മദ് കച്ചവടത്തിൻ്റെ കാര്യസ്ഥനായി ചേർന്നു. മക്ക മുതൽ ഷാമിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. അതിന് മുമ്പേ ഖദീജയുടെ സ്ഥിര കാര്യസ്ഥളായ അടിമയുമായ മൈസറയോട് മുഹമ്മദിൻ്റെ വിശ്വസ്തതയും സത്യസന്ധതയും സൽസ്വഭാവത്തെയും ഒക്കെയും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഖദീജ. യാത്രയിലെ സംഭവങ്ങൾ ഖദീജയോട് നടന്നപടി വിശദീകരിക്കുന്നവളായിരുന്നു മൈസറ. അങ്ങനെ കച്ചവടം കഴിഞ്ഞ് ചില ആവശ്യ ചരക്കുകൾ ഷാമിൽ നിന്ന് കൊണ്ടുവരുന്നതായ മുഹമ്മദും സംഘത്തെയും തൻ്റെ മറ്റു കൂട്ടുകാരികളുടെ കൂടെ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിലിരുന്ന് നോക്കി നിൽക്കുന്നു ഖദീജ. നല്ല ലാഭമുണ്ടായിട്ടുണ്ട്, കച്ചവടം സന്തോഷഭരിതമാണ്. എല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു. പ്രവാചകന്റെ രണ്ടാമത്തെ ഷാമിലേക്കുള്ള യാത്രയും പൂർത്തിയായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൂലി വാങ്ങി പുറപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിരിഞ്ഞതോടെ മൈസറ മുഹമ്മദിനെ കുറിച്ച് ഖദീജയോട് പറയാൻ തുടങ്ങി. ഖദീജ, മുഹമ്മദ് സത്യസന്ധനാണ്, സൽസ്വഭാവത്തിനുടമയാണ്, ആരോടും പരിഹാസമായി പെരുമാറിയിട്ടില്ല, വഴിയിൽ വെച്ച് കാണുന്ന സ്ത്രീകളുടെ മേലിലൊന്നും കണ്ണോടിച്ചിട്ടില്ല, കച്ചവടത്തിൽ അതിസമർത്ഥനാണ്, അങ്ങേയറ്റം വിനയാന്വിതനാണ്, അസാമാന്യ ബുദ്ധിശക്തിയാണ്, ഒരു കളവും പറഞ്ഞിട്ടില്ല, എല്ലാ ന്യൂനതയുടെ വാസ്തവവും പറഞ്ഞിട്ട് തന്നെയായിരുന്നു കച്ചവടം ചെയ്തിരുന്നത്. പക്ഷേ എല്ലാവരും വാങ്ങുമായിരുന്നു. നസ്തൂറ എന്ന പുരോഹിതനിലൂടെ അറിയപ്പെട്ട ചില സംഭവങ്ങൾ വറഖത്ത് ബിൻ നൗഫലിൽ നിന്ന് വ്യക്തമാക്കി പ്രവാചകത്വത്തിൻ്റെ അടയാളങ്ങൾ മുഹമ്മദിലുണ്ടെന്നറിഞ്ഞതും മൈസറയുടെ വാക്കുകൾ കേട്ടതും ഖദീജയെ വിവാഹത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. തൻ്റെ മോഹത്തെ പ്രവാചകനോട് തുറന്നു പറയാനായി നഫീസയെ പറഞ്ഞയക്കുന്നു ബീവി ഖദീജ. ഇരുവരെയും ഒന്നിച്ച് കാണാൻ കൊതിച്ചിരുന്ന നഫീസ പ്രവാചകന്റെ മനസ്സ് വായിച്ചെടുക്കുകയും തുടർന്ന് ഖദീജയുടെ എളാപ്പ മുഖേന തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജയെ കല്യാണം കഴിച്ചത്. അബൂ താലിബായിരുന്നു കല്യാണത്തിന് അതിമനോഹരമായ ഖുതുബ നിർവഹിച്ചത്. അങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ വിവാഹത്തിലേക്കുള്ള തുടക്കം. അബൂ താലിബായിരുന്നു കല്യാണത്തിന് അതിമനോഹരമായ ഖുതുബ നിർവഹിച്ചത്. അങ്ങനെയായിരുന്നു പ്രവാചകന്റെ ആദ്യ വിവാഹത്തിലേക്കുള്ള തുടക്കം. അങ്ങനെ പിന്നീട് പ്രവാചകന്റെ പിതൃവ്യനും സംരക്ഷകനുമായ അബൂ താലിബ് മരണമടയുകയാണ്. തൻ്റെ സംരക്ഷകനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലായ പ്രവാചകന് തുടർന്ന് 40 ദിവസത്തിനകം ഖദീജ ബീവിയും ഇഹലോകം വെടിയുകയാണ്. തളർന്നിരിക്കുന്ന റസൂലിനെ ആരാരുമില്ലാത്തതുപോലെയാക്കി മാറ്റി ഖദീജയുടെ ഈ വിയോഗം. പിന്നീട് തളർന്നിരിക്കുന്ന പ്രവാചകനൊരു കൂട്ടാളിയും കുഞ്ഞുങ്ങൾക്കൊരു പോറ്റുമ്മയും വേണമെന്ന് മനസ്സിലാക്കിയ ഖൗല ബീവി റളിയല്ലാഹു അൻഹയാണ് ആയിഷയുമായിട്ടുള്ള രണ്ടാമത്തെ വിവാഹാലോചനവുമായി തിരുദൂതരുടെ മുന്നിലെത്തുന്നത്. ഖദീജയ്ക്ക് ശേഷം എനിക്കൊരു ഭാര്യയോ എന്നൊക്കെയും നബി തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമായിരുന്നു നടന്നത്. പിഞ്ഞു പൈതങ്ങൾക്ക് ഉമ്മയാകാൻ ആയിഷയെ കൊണ്ട് കഴിയുകയില്ലല്ലോ, എന്നാൽ സൗദയെ കല്യാണം കഴിച്ചുകൂടെ നബിയെ എന്ന ഖൗല ബീവിയുടെ ചോദ്യത്തിന് അവസാനം ഉത്തരവിട്ട നബി അള്ളാഹുവിൻ്റെ കൽപ്പനാനുസാരം 80 വർഷങ്ങളോളം പ്രായമുള്ളൊരു വൃദ്ധയായ സൗദ ബീവിയെയാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിച്ചത്. അങ്ങനെ തുടർന്നുള്ള ആയിഷ ബീവിയും ഹഫ്സ ബീവിയും സഫിയയും മൈമൂനയും റംല ബീവിയും മറ്റുള്ള എല്ലാ ഭാര്യമാരെയും സന്ദർഭോചിതമായി പടച്ച റബ്ബിൻ്റെ കൽപ്പനാനുസാരമായിരുന്നു പുണ്യനബി വിവാഹം കഴിച്ചത്.
മഹദി ആയിഷ ബീവിയെ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വപ്നത്തിൽ ആയിഷ ബീവിയുടെ രൂപത്തിൽ വന്ന് ദർശിക്കുകയും നബിയെ ഇത് നിങ്ങൾക്ക് ഭാര്യയാകാൻ പോകുന്നവളാണെന്ന സന്ദേശം 3 പ്രാവശ്യം അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ എല്ലാ ഭാര്യമാർക്കും ഖിയാർ നൽകിയിരുന്നു. അവർക്ക് റസൂലിൻ്റെ കൂടെ ജീവിക്കാനും പിരിഞ്ഞു പോകാനുമുള്ള വഴികൾ തുറന്നു കൊടുത്തിരുന്നു. പക്ഷേ അവരാരും തങ്ങളെ വിട്ടു പോയിട്ടില്ല. പ്രവാചകനെതിരെയുള്ള പരാതി മൊഴികളും പറഞ്ഞിട്ടില്ല. ദാരിദ്ര്യമുണ്ടായിരുന്നു. പച്ചിലകൾ തിന്നും പച്ചവെള്ളം കുടിച്ചും കഴിയേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവരാരും പ്രവാചകനിൽ നിന്ന് വിട്ടുനിൽക്കാൻ തയ്യാറായില്ല. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്നൊന്നും തീരുമാനമെടുക്കല്ലേ. നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. ആയിഷയോട് പറഞ്ഞു, ആയിഷ, വാപ്പയോടും ഉമ്മയോടും ചോദിച്ചിട്ട് വേണം തീരുമാനമെടുക്കാനെന്ന്. അപ്പോൾ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് ആയിഷ ബീവി പറയുന്നു, നബിയെ, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം. നിങ്ങൾ ആരോടും പറയരുത്. ഞാൻ ആരോട് ചോദിക്കുകയുമില്ല. അത്രക്കും ഇഷ്ടമായിരുന്നു സ്വഹാബത്തിനും സ്ത്രീകൾക്കും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സവ്വാമും ഖവ്വാമുമായ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ഉഹുദ് യുദ്ധത്തിൽ മരണപ്പെട്ടതിന് ശേഷം വാപ്പ ഉമർ തങ്ങൾ തൻ്റെ മകളുടെ തളർച്ച മാറ്റാൻ വേണ്ടി വിവാഹാലോചനത്തിനിറങ്ങുന്നു. ഉസ്മാൻ തങ്ങളോട് സംസാരിച്ചപ്പോൾ ഉസ്മാൻ തങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. ഉമർ തങ്ങൾ സന്തോഷഭരിതനായി. എന്നാൽ ഉസ്മാൻ ഇബ്നുൽ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നീട് വിസമ്മതിക്കുകയായിരുന്നു. ഉമർ തങ്ങൾക്ക് ദേഷ്യവും സങ്കടവും തോന്നി. അബൂബക്കറിനോട് ചെന്ന് ചോദിക്കുന്നു. അബൂബക്കറും വിരങ്ങി. ഇത്രയും ദീനിയത്തായ എൻ്റെ മകളെ നിഷേധിക്കുകയോ? പ്രവാചകൻ തിരുമേനിയോട് പരാതി പറയാൻ പോയി സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ മറുപടി എങ്ങനെയായിരുന്നു? ഉമറേ, ഉസ്മാനിന് നിന്റെ മകളേക്കാൾ ഖൈറായവളെയും നിന്റെ മകൾക്ക് ഉസ്മാനിനേക്കാൾ ഖൈറായവരെയും അള്ളാഹു നൽകും എന്ന്. സൂചന കിട്ടി. മദീനയാകെ വിളിച്ച് പറഞ്ഞ് പരസ്യമാക്കാൻ തുടങ്ങി സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാരണം ഉസ്മാൻ തങ്ങൾ പിന്നീട് കല്യാണം കഴിച്ചത് നബി തങ്ങളുടെ പ്രിയ പുത്രിയെയും ഹഫ്സ ബിൻത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചത് തിരുദൂതർ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ആ സന്തോഷ പ്രകടനമാണ് ഉമർ തങ്ങൾ കാട്ടിക്കൂട്ടിയത്. അത്രത്തോളം ഇഷ്ടമായിരുന്നു നബിയെ എല്ലാവർക്കും. അങ്ങനെയായിരുന്നു നമ്മുടെ നബിയുടെ ജീവിതം. ആ ജീവിതമാണ് മാതൃകയാക്കേണ്ടത്. ആ തിരുദൂതരെ സ്നേഹിക്കാനും തിരുദൂതരോടൊപ്പം നാളെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് നൽകുമാരാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.